ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ പ്രായം കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ആൽമണ്ട് ഓയിലാണ് ഇന്നത്തെ താരം, അതായത് ബദാം ഓയിൽ എന്നും പറയും. അപ്പോൾ ബദാം ഓയിലിനെ കൊണ്ട് നമുക്ക് എങ്ങനെ പ്രായം കുറയ്ക്കാം. ഹൗ ടു യൂസ് ബദാം ഓയിൽ ഫോർ ഫേസ് ഗ്ലോയിങ്. അപ്പോൾ അതിനായി നമ്മളൊന്ന് ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരിക. നന്നായിട്ടൊന്ന് ഒരു ടവൽ വെച്ചിട്ട് പാഡ് ഡ്രൈ ചെയ്യുക. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് സെറ്റാഫിലിൻ്റെ ആണ്. അടിപൊളി ഫേസ് വാഷാണ്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ബദാം ഓയിൽ. നിങ്ങളുടെ അടുത്ത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല, ഒരു ബദാം ഓയിൽ വേണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് എൻ്റെ കയ്യിലുള്ള ബദാം ഓയിൽ. നിങ്ങൾ ബദാം ഓയിൽ യൂസ് ചെയ്യുന്നതിന് മുന്നിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. കൈക്കണ്ടയിലോ കൈമുട്ടിലോ കുറച്ച് ബദാം എണ്ണ പുരട്ടിയിട്ട് നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ടേ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് എടുക്കുക, ഫ്യൂ ഡ്രോപ്സ് എടുത്താൽ മതി. എന്നിട്ട് നമ്മളെ ഫേസിലൊക്കെ ഫുൾ അപ്ലൈ ചെയ്യണം. ഫുള്ളൊന്ന് അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ മസാജിലൂടെ നമ്മൾ ഫൈൻ ലൈൻസ് അതുപോലെ വ്രിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ആകാൻ ഹെൽപ്പ് ചെയ്യും. കോളർ ബോണിൽ നിന്ന് ജോ ലൈനിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മളെ ഡബിൾ ചിന്നൊക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യും ഈ മസാജ്. അതുപോലെ കൈ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് സെയിം ആ മസാജ് തന്നെ കൊടുക്കുക, കോളർ ബോണിൽ നിന്ന് ജോ ലൈനിലേക്ക്. പിന്നെ ജോ ലൈനിൽ നിന്ന് ഇയറിൻ്റെ അടുത്തേക്ക് ഇതുപോലൊരു മസാജ് കൊടുക്കും. അങ്ങനെ ഒരു 10 ടൈംസോ അല്ലെങ്കിൽ 5 ടൈംസോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മസാജ് കൊടുക്കുക. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് ലിപ്പിൻ്റെ ഏരിയയിൽ, നമ്മൾ ചീക്കിൻ്റെ ലിപ്പിൻ്റെ ഏരിയയിൽ ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു മസാജ് കൊടുക്കുക. ഇതൊക്കെ കൊടുക്കുന്ന വഴി നമുക്ക് നല്ല ഒരു ക്ലിയർ സ്കിന്ന് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും മസാജിലൂടെ. പിന്നെ മുഖക്കുരു അല്ലെങ്കിൽ മുഖത്തെ മറ്റു പാടുകളൊക്കെ മാറാനും ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് മസാജ്. ആയിട്ട് വരുന്ന മസാജ് നെക്ക് മസാജ് വരുന്നുണ്ട്, ജോ ലൈൻ മസാജ്, ചീക്ക് മസാജ്, അണ്ടർ ഐ മസാജ്, ഫോർഹെഡ് മസാജ്, പിന്നെ നോസ് മസാജ്. അതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത് നെക്ക് ആൻഡ് കോളർ ബോൺ. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്താണ് ഫിനിഷ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഓയിൽ അബ്സോർബ് ആകുന്നവരെ കുറച്ച് റിലാക്സ് ആവുക മസാജിന് ശേഷം. അതിന് ശേഷം മാത്രം ഒന്ന് ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് കഴുകിയാൽ മതി. മസാജ് ക്യാൻ ബി കോപ്പറേറ്റഡ് ഇൻ ടു യുവർ മോർണിംഗ്, ഈവനിങ് ഓർ ബെഡ് ടൈം. 5 to 10 മസാജാണ് ഇമ്പോർട്ടൻറ്റ്. 5 minute മസാജ് ഓൺ ദ ഫേസ് ഫോർ എ കൺസിസ്റ്റൻറ്റ് പീരീഡ് ക്യാൻ ഗ്രേറ്റ്ലി ഇംപ്രൂവ് ബ്ലഡ് ഫ്ലോ ആൻഡ് ഹെൽപ്പ് ഇൻ റേഡിയൻറ്റ് സ്കിൻ. നമ്മൾ ഈ ഐ മസാജ് കൊടുക്കുന്ന വഴി നമ്മളെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസൊക്കെ കുറയാൻ ഒരുവിധം ഹെൽപ്പ് ചെയ്യും. പിന്നെ ചർമ്മത്തിനൊരു നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ മസാജിലൂടെ ബദാം ഓയിൽ വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ബദാം ഓയിൽ ഒരു മേക്കപ്പ് റിമൂവറായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ എന്നിട്ട് ഒരു ക്ലെൻസർ ഉപയോഗിച്ച് ഫേസ് കഴുകി വൃത്തിയാക്കിയാലും മതി. A face massage can be a great way to promoting glowing skin. Face massage start with a clean face and apply a few drops of badam oil or other oil, your choice. Badam oil is generally safe and beneficial for facial application. It helps to hydrate and soften the skin and reduce your fine lines and wrinkles. Also improves skin tone and complexion. അപ്പോൾ ഫോർഹെഡ് മസാജാണ് ചെയ്ത് കഴിഞ്ഞത്, ഡണ്ണായി. ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് ആദ്യം മുതലേ ഒന്ന് ചെയ്യുക. ഫസ്റ്റ് കോളർ ബോൺ ടു ജോ ലൈൻ, പിന്നെ ജോ ലൈൻ ടു ഇയർ, പിന്നെ നമ്മൾ ഈ റൊട്ടേറ്റിംഗ് മസാജ് ചീക്സിൻ്റെ അടുത്തും ലിപ്പിൻ്റെ അടുത്തുള്ള റൊട്ടേറ്റിംഗ് മസാജ്, പിന്നെ നോസൊന്ന് ഷാർപ്പൺ ചെയ്യാനെല്ലാം ഈ മസാജിലൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചീക്ക് മസാജ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ബെറ്റർ റിസൾട്ടായിരിക്കും. വീക്ക്ലി 2 ഒക്കെ ഒന്ന് ഇതുപോലെ ഫേസ് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ,
ഐ മസാജാണ് കൊടുക്കുന്നത്. ഐസ് ഒന്ന് റിലാക്സ് ആവാനും അതുപോലെ നമ്മളെ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് റെഡ്യൂസ് ആവാനൊക്കെ ഈ മസാജിലൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഐബ്രോ വിത്ത് ഫോർഹെഡ് മസാജാണ്. നല്ല റിലാക്സേഷനാണ് ഈ മസാജിലൂടെ നമുക്ക് കിട്ടുന്നത്. എത്ര ടൈംസ് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ഓൺ യുവർ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ആദ്യം കുറേ തവണ ചെയ്യണമെന്നില്ല. 2-3 ടൈംസ് ചെയ്താൽ മതി ഓരോ മസാജും. പിന്നെ അത് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഹെൽപ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം DIYs അതുപോലെ സ്കിൻ കെയർ, മേക്കപ്പ് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ കുറച്ച് നേരം ആ ഫേസിൽ ആ ഓയിലൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ്സിനൊക്കെ ശേഷം ഒന്ന് ഫേസ് വാഷ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളിത് റെഗുലറായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസാജ് നിങ്ങൾക്ക് എന്തായാലും ഒരു ബെറ്റർ സ്കിന്ന് തന്നെ കിട്ടും. ജസ്റ്റ് ഒന്ന് ടവൽ വെച്ച് പാഡ് ഡ്രൈ ഒക്കെ ചെയ്ത് സ്കിന്ന് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടുന്നുണ്ട് ഇപ്പോൾ സ്കിന്നിന്. മെയിനായിട്ട് ഇതുപോലുള്ള സ്കിൻ കെയർ ആണ് നമ്മൾ ഫേസിന് കൊടുക്കേണ്ടത്. അപ്പോഴേ നമ്മൾ സ്കിന്ന് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.